നല്ലൊരു സായാഹ്നം നേരുന്നു. ഒരു രാത്രി ഒരു 8:30 സമയമാണ്. നിങ്ങളുടേതാകുന്ന തിരക്കുകളില് ചിലപ്പോ ഒരുപക്ഷെ ഫാമിലിയോട് ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കാം. അപ്പൊ എന്തായാലും ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവോ ഒക്കെ ചിലപ്പോ ഈ ഒരു ലിങ്ക് അയച്ചു തന്ന് ഇതിൽ കയറാനായിട്ട് പറഞ്ഞു കാണും. അതിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സൂമിൽ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ആദ്യമേ തന്നെ ഒഫീഷ്യലി നിങ്ങളെല്ലാവരെയും ഞാനും നമ്മൾ ഇന്നത്തെ ഈ ഒരു സൂം വെബിനാറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം ടു ഓൾ. ഒരുപാട് വ്യക്തികളെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഹാപ്പി. തസ്ലീന മാഡം ഉൾപ്പെടെ, സൈദ് സാറ്, ബാസിദ് സാറ്, ഹരിസാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ ബിജു മാഡം, ബിജു സാർ ഉണ്ട്. നമ്മുടെ കാലിക്കറ്റിന്റെ ഗ്രേറ്റ് ലീഡർ അബൂക്ക ഉൾപ്പെടെ ഒരുപാട് വ്യക്തികൾ വീഡിയോയിലുണ്ട്. നിങ്ങൾ മാക്സിമം ആൾക്കാർ വീഡിയോയിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രയോജനം, എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ എപ്പോഴും കാണുന്നത് നിങ്ങളുടെ ഫേസ് ആണ്. എനിക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റും. ഒരു ഫിസിക്കൽ മീറ്റിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, നമ്മുടെ സൂം പ്രോഗ്രാം ഇപ്പൊ നിങ്ങൾ പല സ്ഥലങ്ങളിൽ ഇരുന്ന്, ഇപ്പൊ മുരളി സാറും ബിനോയ് സാറൊക്കെ ഉണ്ട്, രാജേട്ടനുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് ഷംന മാഡം, നമ്മുടെ അയൺ ലേഡി കാലിക്കറ്റിന്റെ ഷംന മാഡം ഉൾപ്പെടെ ഉണ്ട്. ഒരുപാട് സന്തോഷം. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെയൊക്കെ കണ്ടോണ്ട് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോ ഞാൻ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നും കൂടി നിങ്ങളുടെ ഫേസിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ എന്തായാലും സജിത് സാർ എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ജിവിൻ, താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളം ആലപ്പുഴ ബോർഡർ ആയിട്ട് വരും അരൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊജക്റ്റും പ്രൊഡക്റ്റും നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് കുറച്ച് നാളുകളായി. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഞാൻ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ തരാം. എന്താണ് ഈ ഒരു പ്രൊജക്റ്റ്? മണിറായ എന്ന് പറയുന്ന നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം എന്താണെന്നും ഇതിലെ പ്രൊഡക്റ്റുകൾ എന്താണെന്നും ഈ ഒരു അവസരം നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുമുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. വരുന്നൊരു 1 hour മാത്രമായിരിക്കും ഫുൾ ആയിട്ട്. എന്റെ സെക്ഷൻ അല്ല, ടോട്ടലി ഒരു 1 hour മാത്രമായിരിക്കും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നമ്മൾ തിരക്കുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് കുറെ സമയം ഉണ്ടോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും വേണ്ട. പിന്നെ സൈദ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ ലൈഫില് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്താനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ ദിനം പ്രതി ജോലിയും ബിസിനസ്സും നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയാ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വരുന്ന ഒരു 1 hour നിങ്ങൾ മാറ്റി വെക്കേണ്ടത് അതിനു വേണ്ടി തന്നെയാണ്. നമ്മുടെ ലൈഫിന് മുന്നോട്ടുള്ള യാത്രയില് നമുക്ക് ഇതില് യാതൊരുവിധ മുതൽ മുടക്കും ഇല്ലല്ലോ. നമ്മൾ വരുന്ന ഒരു 1 hour നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെലവഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അപ്പൊ എന്തായാലും ആ രീതിയിൽ കാണുക. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇന്ന് സൈദ് സാർ സൂചിപ്പിച്ചു ഈ ഒരു പ്രൊജക്ടിന്റെ പാർട്ടായിട്ട് നിൽക്കുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ടെക്നിക്കൽ ഫീൽഡിൽ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ജോലി എന്ന് പറയുന്ന രീതിയിലായിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അതിനോടൊപ്പം എന്തെങ്കിലും ചെയ്യണം എന്ന് മൈൻഡിലുണ്ട്. കാരണം നമുക്കൊക്കെ എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു ചിന്തയാണ്, നമ്മളിപ്പോ ചെയ്യുന്ന ജോലിയോടൊപ്പം എന്തെങ്കിലും കൂടി അഡീഷണൽ ചെയ്യണം. അപ്പൊ എങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ആ ചിന്തയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ് എന്റെ കൈക്കുമ്പിളിലേക്ക് കിട്ടുന്നത്. ഇന്ന് യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മുൻപ് ചെയ്തുകൊണ്ടിരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ജോലിയൊക്കെ വിട്ടിട്ട് ഫുൾ ടൈം ആയിട്ട് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റ് ആണ് മണിറായ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മളുടെ കമ്പനി നമ്മളുടെ മുൻപിലേക്ക് വെച്ച് നീട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഡിസ്കഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് എടുക്കാം, എടുക്കാതിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഡിസിഷൻ ആണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഡിസിഷൻ ആണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക. നമ്മുടെ സ്ലൈഡുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ മീറ്റിങ്ങുകൾ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് ബിസിനസ്സിലേക്ക് പോവാം. മണിറായ ഇപ്പൊ സൈദ് സാറ് ഞാനൊക്കെ സൂചിപ്പിച്ചപ്പോ തന്നെ നമുക്ക് ചിലപ്പോ പുതുതായിട്ട് കേൾക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടാവും ഇന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി, ഈ പ്രൊജക്ട് ബിസിനസ്സായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ബിസിനസ്സായിട്ട് ചെയ്തു, അവർ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതല്ല, അവർ ചെയ്തു. ഇനി എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബാക്ക് എന്താണ്, ബാക്ക് പവർ എന്താണ്, ബാക്ക് ബോൺ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കയറിയിട്ടുള്ള ആൾക്കാരും ഉണ്ട്.
അപ്പൊ ഞാൻ ഈ ഒരു രണ്ട് വ്യക്തികളോടും ഞാൻ സംസാരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങളോട് 2 കാറ്റഗറി ആൾക്കാരോടും ഞാൻ സംസാരിക്കുന്നത് എന്താണ് ഈ ഒരു പ്രൊജക്ട്. ഈ ഫസ്റ്റ് സ്ലൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കരിയർ ബിൽഡിംഗ് പ്ലാൻ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ സംസാരിച്ചത്. എന്റെ കരിയർ ഞാൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ജോബ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നിന്നും മാറി എന്റെ കരിയർ ഇതിൽ നിന്നും ബിൽഡ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് ഏറ്റെടുത്തത്. അപ്പൊ എന്തായാലും മണിറായ നമ്മളുടെ ഓരോരുത്തരുടെയും മുൻപിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. കാരണം എന്താണെന്നറിയോ, ഈ മണിറായ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2024 24 കർണാടക ബാംഗ്ലൂർ എലഹങ്കി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഓഫീസ് വരുന്നത്. ഇനി എംപവറിംഗ് വെൽനെസ് ട്രാൻസ്ഫോമിംഗ് ലൈഫ്, നമ്മുടെ ജീവിതം, ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ശരിയല്ലേ? നമ്മൾ അത് ചിലപ്പോഴും പല ആൾക്കാരിലും പഴിക്കാറുണ്ടെങ്കിലും നമ്മളുടെ ജീവിതം എങ്ങനെ വേണം, നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ അത് ഡിസൈൻ ചെയ്യാൻ പറ്റിയത്, അത് വെൽനെസ് എന്ന് പറയുന്ന, ഇനി വെൽനെസ്സിനെ പറ്റി നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അടുത്ത ഒരു നൂറ്റാണ്ടിലെ വലിയൊരു പാർട്ടായിട്ട് മാറാൻ പോകുന്ന ഒരു സംഗതിയാണ് വെൽനെസ്. ആ ഒരു വെൽനെസ്സിലൂടെ നമ്മളുടെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, മണിറായിലൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ കമ്പനിയുടെ പ്രത്യേകതകൾ എന്താണ്? ഈ കമ്പനിയുടെ പ്രത്യേകതകൾ ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം ആയുർവേദിക് ആൻഡ് ഹെർബൽ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ബയോമാഗ്നറ്റിക് വെൽനസ് ടെക്നോളജിയിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അഗ്രികൾച്ചർ ഗ്രോത്ത് തരുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഹോം എസെൻഷ്യൽ പ്രൊഡക്റ്റുകളും ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകളും എല്ലാം നമുക്ക് നമ്മളുടെ കമ്പനിയിൽ ഓൾറെഡി ഉണ്ടെന്നുള്ളതാണ്. ഞാനിത് പറയുന്ന അവസരത്തില് ഞാൻ നിങ്ങളോടൊരു കാര്യം സൂചിപ്പിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് എന്താണ് ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്റ്റിന്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാം. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു സംഗതിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്ത് ഒരു സംഗതി നടന്നില്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ഒരു ദിവസം ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്ന് അറിയാവോ? ഞാനൊരു ചോദ്യമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താ, മൈക്ക് എല്ലാവരുടെയും മ്യൂട്ട് ആയിരിക്കും. ഞാനത് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ താഴത്ത് നമ്മുടെ ഈ ഒരു സൂമിന്റെ ഒരു സംവിധാനം ആട്ടോ ഞാൻ പറയുന്നത്. സൂമിന്റെ താഴത്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ, അതിന്റെ അടുത്ത് ചാറ്റ്, അതിന്റെ തൊട്ട് താഴത്ത് റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷനിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലാപ്പ് തരാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ ഞാനൊരു ക്ലാപ്പ് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഒരു തമ്പ് തരാം, മനസ്സിലായില്ലേ? ഓക്കെ, 1-2 വ്യക്തികളൊക്കെ തരുന്നുണ്ട്. നിങ്ങൾ തന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ട്, നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട്, ഓക്കെ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, നമ്മുടെ ലൈഫില് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന സംഗതികളെ പറ്റിയാണ്. അപ്പൊ ഈ ഒരു കമ്പനിയില് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, പലർക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ പറഞ്ഞു വന്നത് വരുന്നതല്ല, നമ്മുടെ ലൈഫില് നമുക്കൊരു മൂവ് ചെയ്യണമെങ്കിൽ ഒരു സംഗതി വേണം. അതിനെ പറ്റിയാണ്. എന്താണെന്നറിയാം ആ സംഗതി? വേറൊന്നുമില്ല, മാർക്കറ്റിംഗ് ആണ്. ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ലൈഫ് മുമ്പിലേക്ക് പോകില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് നിർമ്മിച്ച് ഒരു ഫാക്ടറിയിലൂടെ മാർക്കറ്റ് ചെയ്തിരിക്കണം. നമ്മൾ അതിൽ ചായപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഇതൊരു ഷോപ്പിലേക്ക് എത്തണം. സുഹൃത്തെ, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലൈഫില് നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു സംഗതിയാണ്. പക്ഷേ പല ടൈപ്പിലുള്ള മാർക്കറ്റിംഗ് രീതികളുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഞാനിത് നിങ്ങൾക്ക് ഒരു ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരുപാട് മാർക്കറ്റിംഗ് രീതികളിൽ വരുന്ന സംഗതികളാണ് ടെലി മാർക്കറ്റിംഗ്. നമ്മൾ ടി വിയിൽ കാണാറില്ലേ, ഇത് ഇപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് കിട്ടും, ജസ്റ്റ് ഒരു മിസ് കോൾ മതി. അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് ഉണ്ട്. എന്താണ്, പല വ്യക്തികളും ബാഗിലൊക്കെ ആക്കി ഒരുപാട് സംഗതികൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളൊക്കെ ഇപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. എന്താണ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അത് പലചരക്ക് സാധനം ആയിക്കോട്ടെ, ഇലക്ട്രോണിക് സാധനം ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിലോട്ടുള്ള ഡ്രസ്സ്, എന്ത് ഐറ്റം ആയിക്കോട്ടെ, ഫെയർനെസ് ക്രീം, എന്ത് ഐറ്റം ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ഇന്നും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മളുടെ തൊട്ടടുത്ത കടകളിൽ നിന്ന് വാങ്ങാനായിട്ടാണ്, അല്ലെ? നമ്മൾ ചിലപ്പോൾ ലുലു മാൾ പോലുള്ള മാളുകൾ
അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ പോകും, പലചരക്ക് കടകളിൽ പോകും, തൊട്ടടുത്ത കടകളിൽ പോകും. ഇവിടെ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അടുത്തൊരു മാർക്കറ്റിംഗ് ആണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. എന്താണ്? നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിന്ത്ര, ഒരുപാട് ആപ്പ് ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡിസ്കൗണ്ടിൽ അവർ നമുക്ക് തരും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് മാർക്കറ്റിംഗുകൾ നമ്മുടെ മുൻപിൽ നിങ്ങൾ കാണുന്നുണ്ട്. മണിറായ, ഞാനിപ്പോ ഇതിൽ പറഞ്ഞു ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ പ്രൊഡക്റ്റുകൾ ഞാൻ പറയുന്ന അവസരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇവിടെ കമ്പനി നമ്മളിലേക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ്. അതൊരു മാർക്കറ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ മാർക്കറ്റിംഗ്, ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഡോർ ടു ഡോർ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് സമ്പ്രദായമാണ്. പക്ഷേ ബാക്കിയുള്ള മാർക്കറ്റിംഗ് രീതികളിൽ നിന്നും ഇത് എങ്ങനെ മെച്ചപ്പെടുന്നു, അല്ലെങ്കിൽ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഏതൊരു അവസരത്തിൽ നിന്നും നമ്മൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്താലും നമുക്ക് അവിടെ എന്താണ്? പ്രൊഡക്റ്റ് കിട്ടും, അല്ലെ? MRP പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും, നമുക്ക് ഉപയോഗിക്കാം. അത് തീരുമ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യണം. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു മണിറായയുടെ പ്രൊജക്ട് ഇന്ന് ഇവിടെ ഇരുന്ന് കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മുടെ കമ്പനി പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ ചൂസ് ചെയ്തിട്ടുള്ള രീതി ഡയറക്ട് സെല്ലിംഗ് ആണ്. ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഈ പ്രൊജക്റ്റിൽ നിന്നും നിങ്ങൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്താൽ, ഞാനിവിടെ ചെയ്ത ഒറ്റ സംഗതിയേ ഉള്ളൂ, എന്റെ ലൈഫിലേക്ക് ഞാനൊരു വൺ ടൈം പർച്ചേസ്, ലുലുമാളിൽ നിന്നും വാങ്ങിക്കുന്ന സാധനം, എന്റെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന സാധനം, ആ സാധനങ്ങൾ ഒരൊറ്റ തവണ ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എന്റെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ എന്ത് ചെയ്തു? കമ്പനി എന്റെ കൈക്കുമ്പിളിലേക്ക് തന്നു. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ മണിറായ നമ്മുടെ മുമ്പിലേക്കും തരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞങ്ങളെല്ലാവരും നിങ്ങൾ ഈ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങൾക്ക് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചൊരു സംഭവമില്ലേ, പ്രോഫിറ്റബിൾ ആയിട്ടൊരു ബിസിനസ്, ലാഭപരമായിട്ടൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരിക്കലും ഇല്ല. ലാഭകരമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാനത് അടുത്ത വരുന്ന സ്ലൈഡുകളിൽ പറയാം. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം അതാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത. ഇനി ഈ ഒരു വ്യക്തി മിസ്റ്റർ നിതിൻ മഞ്ചപ്പ, മണിറായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 8 വർഷം നമ്മളുടെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയം, അതുപോലെ പല പല കമ്പനികളുടെ ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റി വിദേശത്തുൾപ്പെടെ പോയി ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ചുള്ള നോളജ് ഉണ്ട്. ആളൊരു IT ഫീൽഡിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു സ്ലൈഡിന്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റ് ചേഞ്ച് മേക്കർ ഇൻ കോർപ്പറേറ്റ് ബിസിനസ് സെക്ടർ 2024 അതിലെ ആളെ ഓണർ ചെയ്തിട്ടുള്ളതാണ്. കാരണം അത്രയും കപ്പാസിറ്റി ആയിട്ടുള്ള ഒരു യുവ വ്യക്തിയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മണിറായ മാർക്കറ്റിംഗിന്റെ അവാർഡ് ആൻഡ് അച്ചീവ്മെന്റുകൾ, ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഓഫ് ദി ഇയർ 2025, എക്സലൻസ് സ്റ്റാർട്ടപ്പ് ഇൻ ആയുർവേദിക് പ്രൊഡക്റ്റ് 2024, ബെസ്റ്റ് ചേഞ്ച് മേക്കർ ഇൻ കോർപ്പറേറ്റ് ബിസിനസ് 2024 അവാർഡ് കിട്ടിയിട്ടുള്ളത് നിതിൻ മഞ്ചപ്പ നമ്മളുടെ MD-ക്കാണ്. ഇത്രയേറെ ഞാൻ പറയുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയല്ല, കഴിഞ്ഞൊരു 1 year ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അവാർഡ് ആൻഡ് അച്ചീവ്മെന്റുകളാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ അടുത്തൊരു സംഭവം എന്താണ് ഗ്രോത്ത് ജേർണി. ഇത്രയും ഈ ഒരു 1 year കൊണ്ട് ചിലപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നവർ നമ്മൾ ചിന്തിക്കും, ഞാനും കേട്ടപ്പോൾ, ഞാൻ ഈ കഴിഞ്ഞൊരു 4-5 മാസം മുമ്പ് ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു സംഗതിയാണ്, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഉണ്ടല്ലോ, ആ നാളുകളിൽ എന്താണ് കമ്പനിയുടെ അച്ചീവ്മെന്റുകൾ? സുഹൃത്തെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 നമ്മൾ കമ്പനി രൂപീകരിച്ചു. അത് കഴിഞ്ഞുള്ള ഒരു ഫസ്റ്റ് മന്തില് ഏകദേശം എന്താണ് 65,000 രൂപയുടെ സെയിൽ മാത്രമാണ് ഫസ്റ്റ് മന്ത്. പക്ഷെ അത് ഫസ്റ്റ് ഇയറിലേക്ക് നോക്കുമ്പോൾ 5 കോടി രൂപയുടെ ടേൺ ഓവർ. ഇപ്പോഴത്തെ കറണ്ട് സ്ട്രെങ്ത് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 10 CR ആണ്. 10 CR ആണ് കമ്പനിയുടെ കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. പക്ഷേ നമ്മള് ഫ്യൂച്ചർ ഗോൾ, നമ്മളൊരു phase 1, phase 2, phase 3 അത് മാത്രമേ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നുള്ളൂ 2027 വരെയുള്ളത്. ഇപ്പൊ നമ്മളൊരു 10 CR-ലാണെങ്കിൽ phase 2-ലേക്ക് അടുത്തൊരു 6 month കൊണ്ട് കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് 25 CR ആണ്. കാരണം അതിനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിഷൻ ഉണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു കമ്പനി അടുത്ത വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഇതിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് ബോൺ എന്തായിരിക്കണം? വ്യക്തമായിട്ടുള്ള വിഷൻ ആയിരിക്കും, അല്ലെ? ആ വ്യക്തമായിട്ടുള്ള വിഷനിൽ കമ്പനി പറയുന്ന ഒരു സംഗതിയാണ് വിഷൻ.
2027 2027 വന്നിട്ട് നിൽക്കുമ്പോൾ 500 CR 500 കോടിയുടെ ടേൺ ഓവർ ആണ് നമ്മുടെ കമ്പനിയിലേക്ക് എത്താൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ സൂചിപ്പിച്ചു, ഇതിലൊക്കെ എത്തുമ്പോൾ ഇന്ന് ടാറ്റ, ബിർള, അംബാനിയുടെ ഒരുപാട് കമ്പനികളുണ്ട്. ആ ഒരു കമ്പനി വന്ന് നമ്മളോട് പറയുകയാണ് ഞങ്ങൾ അടുത്തൊരു 1 year കഴിയുമ്പോൾ ഇതിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഓ, നിങ്ങൾ എത്തിയാൽ എനിക്ക് എന്താണ് പ്രയോജനം? പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പുറത്തു നിന്നും ഷോപ്പുകളിൽ നിന്നും വാങ്ങുന്ന ഒരു പർച്ചേസിങ് ഇവിടെ നിന്ന് ചെയ്താൽ ഈ പറയുന്ന കമ്പനി എത്തുന്ന ടേൺ ഓവറിൽ നിന്നുള്ള ഒരു വരുമാനം എന്ത് ചെയ്യും? നമ്മളുടെ അക്കൗണ്ടിലേക്കും വരും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വരുന്ന സ്ലൈഡുകളിൽ നിങ്ങളോട് പറഞ്ഞുതരാം. ഇനി അതിനുള്ള വ്യക്തമായിട്ടുള്ള വിഷൻ പറയുമ്പോൾ ഓർഗനൈസേഷൻ ഇന്ന് മണിറായയുടെ കൂടെ ചേർന്നിട്ടുള്ള കുറച്ച് ടീമുകളുണ്ട്. അതിൽ നമ്പർ 1 ആയിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ടീം. നമുക്കൊക്കെ പ്രൗഡോടുകൂടി പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് SIT സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഈ ഒരു ടീമാണ്. ആ ടീമിൽ ഏകദേശം എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്, 3.5 lakh ആക്റ്റീവ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ട്. പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല, പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 50 ലക്ഷം ആക്റ്റീവായിട്ട് നിൽക്കുന്ന എന്ത് ചെയ്യണം, യൂസേഴ്സ് കമ്മ്യൂണിറ്റിയെ നമ്മൾ ഇവിടെ രൂപീകരിക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളെ. അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബിൽഡിങ് നമ്മുടെ മണിറായ മാർക്കറ്റിംഗിലുണ്ട്. ഓക്കെ, ഇനി പ്രൊഡക്റ്റുകൾ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ അധികം സമയമില്ല നമ്മൾ ഈ ഇന്നത്തെ ഒരു പ്രസന്റേഷൻ. എന്താണ് പ്രൊഡക്റ്റ് കാറ്റഗറി? പ്രൊഡക്റ്റ് കാറ്റഗറി ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊഡക്റ്റുകളാണ്. പക്ഷെ നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത 1-2 പ്രൊഡക്റ്റുകൾ ഉണ്ട്. 2 കാറ്റഗറി മാത്രമാണ് സുപരിചിതമല്ലാത്ത. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും വെൽനസ്. വെൽനസ് എന്താണ്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പല വികസിത രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെ പല വികസിത രാജ്യങ്ങളിലും അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി വെൽനസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതെന്താണെന്നറിയോ? വെൽനസ് നമ്മൾ ഇന്ന് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ഇൽനെസ് മേഖലയാണ്. എന്താണ് ഇൽനെസ്? ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റൽ, ഡോക്ടർ, മെഡിക്കൽ ഷോപ്പ്, ഇതാണ് ഇൽനെസ്. അസുഖം വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യുക, ഇതാണ് നമ്മളുടെ പൊതുവായിട്ടുള്ള രീതി. പക്ഷെ പല രാജ്യങ്ങളിലും ഇത് അവർ മാറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പല രാജ്യങ്ങളും പറയുമ്പോൾ ഇന്ത്യ അതിൽ കുറവൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു 6 month ബാക്ക് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ടോക്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ലോകത്ത്, ഇനി ഇന്ത്യ മഹാരാജ്യത്ത് അടിക്കടിക്ക് വരേണ്ട സെന്ററുകളാണ് വെൽനസ് സെന്ററുകൾ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു സംഭവമാണ് ഇത്. ദീർഘവീക്ഷണമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്താണ് വെൽനസ്? വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വരുന്നതിന് മുമ്പ് അതിനെ തടയുക. നമുക്കറിയാം ഈ ഒരു രീതി പണ്ടുണ്ടായിരുന്നു. പണ്ടത്തെ അവസ്ഥയിൽ ഇന്നൊന്നുമല്ല. നമുക്ക് ഒരുപാട് വർഷം പുറകോട്ട് പോയാൽ നമ്മളുടെ ആ ഒരു എന്താ പറയുന്ന നമ്മളുടെ ബാക്കിൽ നിൽക്കുന്ന നമുക്ക് ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നാണല്ലോ നമ്മള് അവരെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഇലകളിൽ നിന്നുള്ള ഔഷധങ്ങൾ, അതുപോലെ തന്നെ പല ചെടികളുടെയും വേരിൽ നിന്നുള്ള ഔഷധങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൈമുണ്ട്. ഇന്ന് കാണുന്ന അലോപ്പതിയും ഹോമിയോയും എല്ലാം കടന്നു വന്ന എന്താ? ആയുർവേദ പ്രൊഡക്റ്റുകളിൽ നിന്നാണ്. ഇന്ന് പക്ഷെ ആയുർവേദം ഉൾപ്പെടെ കെമിക്കലാണ് അല്ലെ സുഹൃത്ത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വെൽനസിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. അതിന്റെ ഒരുപാട് പ്രൊഡക്റ്റ് കാറ്റഗറികൾ നമുക്കുണ്ട്. എന്താണ്? നിങ്ങൾക്ക് ഡയബറ്റിക്കിനുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, വെരിക്കോസ്, പൈൽസ്, ആസ്മ, എല്ലാം നമ്മുടെ ബോഡി പ്രോബ്ലംസ്, പെയിനുകൾ, ഇതിനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ജോയിന്റ് പെയിൻ ആയിട്ടുള്ള മറ്റേ ഓർത്തോ പ്രൊഡക്റ്റുകൾ, ഇങ്ങനെ A to Z പ്രൊഡക്റ്റുകൾ വെൽനസ് സെഗ്മെന്റിൽ നമ്മളുടെ കമ്പനിക്ക് ഉണ്ട്. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും എനിക്കതില്ലല്ലോ. അങ്ങനെയല്ല. ഹേർട്ട് കെയർ പ്രൊഡക്റ്റ്, ഹൃദയത്തിനെ സംരക്ഷിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതിൽ സ്പൈർനില എന്ന് പറയുന്ന ഒരു വെൽനസ് ഉണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ കടലിലെ പായല്, അതാണ് സ്പൈർനില. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ നോണി ക്യാപ്സൂളുകൾ, ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ വെൽനസ് കാറ്റഗറി ഉണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് നമുക്കിപ്പോ മോർണിംഗ് ഫ്രഷ് ചുരം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം നമുക്ക് ഇന്ന് വരുന്ന ഏതൊരു അസുഖത്തിനും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ഗട്ട്, വയറിനടിയില്ലേ, ആ ഒരു ഗട്ടിൽ നിന്നുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ ഓർക്കേണ്ടത്
തലവേദന, മൈഗ്രെയിൻ ഉൾപ്പെടെ വരുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഹെഡിന്റെ വിഷയം. പക്ഷെ ഇതിനെപ്പറ്റി പഠിച്ചാൽ അറിയാൻ പറ്റും ഈ ഒരു ഗട്ട് ഇഷ്യൂ ആണ്. പക്ഷെ ഈ ഒരു ഞാൻ പറഞ്ഞ മോർണിംഗ് ഫ്രഷ് ചുരമൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡി ക്ലീൻ ആക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വെൽനെസ് കാറ്റഗറിയിൽ ലോട്ട് ഓഫ് പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ അതിന്റെ പിക്ചറൈസ്ഡ് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയെ പറ്റി, വെൽനെസിനെ പറ്റി മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ. നമുക്ക് വർഷങ്ങളായിട്ട്, ഞാൻ പറയുന്ന 1000 വർഷങ്ങൾക്ക് മുമ്പേ പല രാജ്യങ്ങളിലുമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റിന്റെ ട്രീറ്റ്മെന്റുകൾ. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഇത് സുപരിചിതമായത് 2020 മുതലാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്യുന്നു. എന്താണ് മണിറായയുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഓപ്പൺ ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളെ പറ്റി കഴിഞ്ഞൊരു 3 ഇയർ ആയിട്ട് നമ്മൾ പല വ്യക്തികൾക്കും കൊടുത്തുള്ള എക്സ്പീരിയൻസും അവിടെ നിന്നുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും നമുക്കറിയാം. ഏകദേശം 300ഓളം ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പലരും ചോദിക്കും, ഡോക്ടർമാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഞാനിത് കേട്ടിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു അലോപ്പതി ഡോക്ടർ ഒരിക്കലും ആയുർവേദം പ്രൊമോട്ട് ചെയ്യുമോ? ഒരു ഹോമിയോപ്പതി ഡോക്ടർ ഒരിക്കലും ഒരു ഇംഗ്ലീഷ് മെഡിസിൻ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ കോട്ടയത്തുള്ള ഒരു ഡോക്ടർ, ഞാൻ എബ്രഹാം ഡോക്ടർ, ഞാൻ പെട്ടെന്ന് പേരിതായി, ആ ഡോക്ടർ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ. ഞാൻ പറയുന്നത് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, വെരി സിമ്പിൾ ആണ്. അതും ഒരു വെൽനസ് കാറ്റഗറി തന്നെയാണ്. നമുക്ക് അസുഖമുള്ള വ്യക്തികൾക്ക് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ്. നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, അതിൽ യൂസ് ചെയ്തിട്ടുള്ള നിയോഡൈമിയം എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ് ആണ്. നിയോഡൈമിയം പീരിയോഡിക് ടേബിൾ 60ാമത്തെ മൂലകം. ഇതെടുക്കുന്നത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഒരു 800 അടി താഴത്തേക്ക് കുഴിച്ചെടുക്കുന്ന മണ്ണാണ്. വൈറ്റ് കളറുള്ള പൗഡർ, ഏകദേശം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മം പോലെ ഇരിക്കും. ഇത് നാനോ ടെക്നോളജിയിൽ നിക്കൽ കോട്ടിങ്ങിലാണ് അവരൊരു ബട്ടൺ രൂപത്തിലാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് പണ്ട് നമ്മുടെ കാരണവന്മാര് ചെരുപ്പില്ലാതെ ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് എർത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാന്തിക പ്രവാഹം ഇന്ന് നമുക്ക് കിട്ടുന്നില്ല. സത്യമായിട്ടുള്ള കാര്യമല്ലേ, ഇന്ന് നമുക്ക് കിട്ടുന്നില്ല. ഞാനും നിങ്ങളും എല്ലാവരും ചെരുപ്പും ഷൂവും എല്ലാം യൂസ് ചെയ്ത് തുടങ്ങി. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലൂടെയാണ്. പണ്ടുള്ളവർ അങ്ങനെയല്ല, അവർ ഏറ്റവും കൂടുതൽ എന്താണ്, നഗ്നപാതരായിട്ട് നടന്നിട്ടുള്ള ആൾക്കാരാണ്, ചെരുപ്പില്ലാതെ ഭൂമിയിലൂടെ നടന്നിട്ടുള്ളവരാണ്. അവർക്ക് എനി ടൈം ആ ഒരു പൾസ്, ആ ഒരു എനർജി കിട്ടിയിട്ടുണ്ട്, സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ടുണ്ട്. ഇന്ന് അതിലേക്ക് പോകാനായിട്ടുള്ള യാതൊരുവിധ വഴിയില്ല. പക്ഷെ ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നമ്മളുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു പ്രവർത്തനം, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കും. സർക്കുലേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ ഒന്നുമല്ല, പ്രോപ്പർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ്. സുഹൃത്തെ, ആ സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നതാണ് 99% അസുഖങ്ങളും മാറാനായിട്ട് എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ എന്തുണ്ട്, നമ്മളുടെ കയ്യിലുണ്ട്. അടുത്തൊരു കാറ്റഗറി വരുന്നതാണ് ഹോം എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ഇതൊക്കെ നമുക്ക് കടകളിൽ കിട്ടുന്നതാണ്, നിങ്ങൾക്ക് അറിയാം. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയണ്ട. കാരണം നമുക്ക് ഡിഷ് വാഷ് ജെല്ല്, ടോയ്ലറ്റ് ക്ലീനർ, ഫാബ്രിക് വാഷ് ജെല്ല്, അതുപോലെ നമ്മുടെ വീടുകളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ, അതിൽ സോപ്പ് ഉണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, A to Z പ്രൊഡക്റ്റുകൾ നമുക്ക് ആ ഒരു ഹോം എസെൻഷ്യൽ പ്രൊഡക്റ്റ് ഉണ്ട്. സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി പ്രൊഡക്റ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സെഗ്മെന്റ് ആണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ പ്രൊഡക്റ്റുകളുടെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും പ്രത്യേകതയുണ്ട്, ഫുള്ളി ആയുർവേദിക് പ്രൊഡക്റ്റുകളാണ്. നോ കെമിക്കലാണ്, കെമിക്കൽ ആഡ് ചെയ്യാത്ത പ്രൊഡക്റ്റുകളാണ്. ഇന്ന് പുറമേ കാണുന്ന ഒരു ഫെയർനെസ് ക്രീമോ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളോ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ചിന്തിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേട്ട ഒരു സംഭവത്തിലുണ്ട്, പല ഹെർബൽ ഈ പറയുന്ന സ്കിൻ പ്രൊഡക്റ്റുകളിലും മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്. ഈ മഗ്നീഷ്യം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം, കിഡ്നി പോലുള്ള നമ്മുടെ ആന്തരിക അവയവങ്ങളെ അത് ബാധിക്കും. അത് നമ്മൾ ചിന്തിക്കുന്നത് സ്കിന്നിന് പുറമേ അല്ലേ, പക്ഷെ അങ്ങനെയല്ല, വലിയ പ്രോബ്ലത്തിലേക്ക് പോകും. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത, നിങ്ങൾക്കത് ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഫേസ് വാഷ് പ്രൊഡക്റ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാൻ മറ്റേ റബ്ബ് ചെയ്യുന്ന അത് ഫേസ് സ്ക്രബ്ബറുകൾ ഉണ്ട്, അതിന്റെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അങ്ങനെ A to Z നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഹെയറിൽ യൂസ് ചെയ്യുന്ന, ഹെയർ ഗ്രോത്തിന് യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഓയിൽ ഉൾപ്പെടെ, ഷാമ്പു ഉൾപ്പെടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അടുത്തത് ആയുർവേദിക് ഗ്രോത്തിൽ
ആയുർവേദിക് അല്ല, സോറി, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. കാർഷിക ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന വളങ്ങള്, ഈ പറയുന്ന പോലെ തന്നെ A to Z പ്രൊഡക്റ്റുകൾ അതിൻ്റെതും നമ്മളുടെ കാറ്റഗറിയിലുണ്ട്. ഞാൻ നിങ്ങളോട് ഈ പ്രൊഡക്റ്റുകളെ പറ്റി പറയാൻ കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു മാസത്തെ നിങ്ങളുടെ പർച്ചേസിങ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് നോക്കുന്നുണ്ടെങ്കിൽ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാട്ടോ. ഞാൻ കഴിഞ്ഞൊരു 3 year ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. 3 year ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. എനിക്ക് എന്തുകൊണ്ടാണ് അതിൽ നിന്നുള്ള മെച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഞാൻ ഇന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്റെ കയ്യിലുള്ളത് ഈ ഒരു പ്രൊഡക്റ്റാണ്, ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ എന്നും ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ പല പല വേർഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ചാലുള്ള എനിക്കുള്ള ഒരു സംഭവം, എനിക്ക് ഒരുപാട് ഇപ്പൊ നെഞ്ചരിച്ചിൽ അസിഡിറ്റി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അത് ഇന്ന് എനിക്കില്ല, ഈ കഴിഞ്ഞൊരു 3 yearലായിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഉറക്കത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ആണ് മസിൽ കയറി പിടിക്കും. അത് മോർണിംഗ് ടൈമിലാണ് ഇപ്പോൾ. അത് എനിക്ക് ഈ കഴിഞ്ഞൊരു 3 year ആയിട്ട് വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഇത് വലിയൊരു ഇതായിട്ടല്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് അസുഖങ്ങൾ വരാതിരിക്കാനാണെന്നേ. എനിക്കൊരു അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടല്ല, അസുഖങ്ങൾ വരാതിരിക്കാനാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ കുഴഞ്ഞു വീണ് മരണം, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരാം. ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുമെന്ന് അറിയാവോ, ഇത് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ, ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ വെൽനസ് സെഗ്മെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം കേട്ടോ. വെൽനസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടതാണ്, അത് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ ഹോം എസെൻഷ്യൽ, ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കമ്പനി ഇത് എടുക്കണമെന്നുള്ളൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാമെന്ന്. നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഗുണങ്ങൾ കിട്ടും. ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ പറഞ്ഞില്ല ഒരു 10 വർഷം ഞാൻ നിർദ്ദേശിച്ച മേഖല വേറെയാ. ഞാനൊരു ജോബ് മേഖലയിലായിരുന്നു. എനിക്ക് ആ 10 വർഷം നിൽക്കുമ്പോഴും ആ ജോലിയിൽ നിന്ന് അവസാനം ഞാൻ പോരുന്ന ടൈമിൽ ഞാൻ ഇന്നും ഓർക്കുന്നു, എനിക്ക് കിട്ടിയ വരുമാനം പെർ മന്ത് ഏകദേശം 15,500 രൂപയാണ്. ഒരു സാലറി പോലെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിയാ ഒരു മാസം. സുഹൃത്തെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ ഈ പ്രൊഡക്റ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റെ കുട്ടിക്ക് ബൂസ്റ്റ് ഇട്ട ഒരു ചായ അല്ല ബൂസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഓക്കെ ആണെന്ന് തോന്നി ഞാൻ എന്ത് പറയും, പലരോടും നല്ലതാട്ടോ ആ സംഭവം എന്ന് പറയും അല്ലെ. സുഹൃത്തെ, ഞാനിത് ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നി, ഞാൻ പല വ്യക്തികളോട് പറഞ്ഞു. ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് പറഞ്ഞതുകൊണ്ട് ഇന്ന് ആ പെർ മന്ത് നമുക്ക് കിട്ടുന്ന ഇൻകം ഏകദേശം ഒരു 1 lakhിനടുത്തേക്കാണ്. ഞാൻ പറയുന്നത് അതിപ്പോ നിങ്ങൾ ഇന്ന് പ്രൊഡക്റ്റ് എടുത്ത നാളെ കിട്ടുമെന്നല്ല, അതൊരു ഫേക്ക് പ്രോമിസ് ആണ്. അതെങ്ങനെയെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം, എങ്ങനെ നമുക്ക് അതിലേക്ക് എത്താം. ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മുരളി സാർ ഒരു ക്ലാപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ റിയാക്ഷനിൽ നിങ്ങളൊന്ന് റിയാക്ട് ചെയ്താൽ ഓക്കെ ആയിരിക്കും. എങ്ങനെയാണോ ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് പേര് അതിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി പോകാൻ പോകുന്നത്, ഇങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ എടുത്താൽ നമ്മൾ കഴിഞ്ഞ എത്രയുള്ള സിമ്പിൾ ആണ്. എന്നാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലുലുമാള് പോലെ ഈ പറയുന്ന ഏതെങ്കിലും ഷോപ്പുകളിൽ നിന്നും പർച്ചേസ് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റുകൾ മണി റായിൽ നിന്ന് എടുത്താൽ എനിക്ക് എന്താണ് പ്രയോജനം? ഞാൻ എന്നോട് പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചതാണ്. ഓക്കെ, ഒരു പർച്ചേസ് ചെയ്യാം, ഒരു 5,000 അല്ലെങ്കിൽ 10,000 നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം സാർ. അങ്ങനെ പർച്ചേസ് ചെയ്താൽ എനിക്ക് എന്താണ് ബെനിഫിറ്റ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, ജിവിന്റെ കരിയർ ബിൽഡ് ആവും ഈ ഒരൊറ്റ പർച്ചേസ് ചെയ്താൽ. ഞാൻ അന്ന് വിശ്വസിച്ചില്ല, പക്ഷെ ഇന്ന് ഏകദേശം സെറ്റാണ്. അതെങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ സംസാരിക്കുന്നത്. സുഹൃത്തെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ സ്ലൈഡ് പ്രധാനപ്പെട്ടതാണ്. ആ ഒരു പർച്ചേസ് നിങ്ങൾ ചെയ്താൽ 6 വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി തരാൻ തയ്യാറാണ്. കിട്ടുമെന്നുള്ളതല്ല, തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ലുലു മാളിൽ നിന്ന് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഫോറം മാളിൽ നിന്ന് പർച്ചേസ് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും, ഇപ്പൊ കാലിക്കറ്റ് ഒരുപാട് ഇതുണ്ട്, ഒരുപാട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള നല്ല നല്ല ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. എപ്പോഴെന്ന് നിന്ന് നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്താലും നിങ്ങളോട് ആ പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനം പറയുമോ, ഓ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 6 വരുമാനം ഞങ്ങൾ തരാൻ തയ്യാറാണ്? പറയില്ല. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞില്ലേ, ആ മാർക്കറ്റിംഗ് രീതിയും ഈ മാർക്കറ്റിംഗ് രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ സുഹൃത്തെ 6 വരുമാനം, ഒന്നാമത് റീറ്റെയിൽ പ്രോഫിറ്റ്, ഡയറക്ട് സെയിൽ ഇൻകം, മാച്ചിങ് ഇൻകം, ലീഡർഷിപ്പ് ഇൻകം, റാങ്ക് അവാർഡ്, ഫ്രാഞ്ചൈസി, സ്പോൺസർ ഇൻകം. ഈ 6 ഇൻകം കമ്പനി നമ്മളിലേക്ക് തരാൻ റെഡിയാണെന്ന് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു ഘടകമാണ്. നമ്മൾ ഇതുവരെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങള് ഒരൊറ്റ തവണ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ യാതൊരു മാറ്റവും. അതും പ്രൊഡക്റ്റുകൾ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, കിടിലൻ പ്രൊഡക്റ്റ്, അത് നമുക്ക് കിട്ടും. അത് വാങ്ങിച്ചാൽ നമുക്കൊരു അവസരം കിട്ടുമെന്ന് ഞാനതാ പറഞ്ഞ, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്.
ഇവിടെ നിങ്ങൾക്ക് ഒരു റിസ്ക് ഉണ്ടാ. പല ആൾക്കാരും പറഞ്ഞു അയ്യോ ഇതൊന്ന് ആലോചിക്കട്ടെ. ഞാൻ പറയുന്നത് എന്ത് ആലോചിക്കാൻ? പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം നമ്മൾ പറയോ, നമ്മുടെ വീട്ടിൽ വൈഫ് പറയുന്നത് ചേട്ടാ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഒന്ന് വാങ്ങിക്കണം. അപ്പൊ നമ്മൾ പറയുന്നത് ഓ ഒന്ന് ആലോചിക്കട്ടെ. എന്താലോചന? സുഹൃത്ത്, ഇവിടെ ആലോചിക്കേണ്ട യാതൊരു സംഭവമില്ല. ഒരു വൺ ടൈം പർച്ചേസ് ചെയ്താൽ നമ്മളുടെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനായിട്ടുള്ള കുറച്ച് സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ഈ ഒരു 6 വരുമാനങ്ങൾ നമുക്ക് തരാൻ കമ്പനി തയ്യാറാണ്. ഇനി അത് എങ്ങനെ കിട്ടും? ആദ്യത്തെ ഇൻകം റീറ്റെയിൽ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണെന്ന് അറിയാം, നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് ഒരു സോപ്പ്, ഇപ്പൊ ഒരു ലെക്സ് സോപ്പ് വാങ്ങിച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് നോക്കും. നമ്മൾ ആദ്യം നോക്കണം അത് തിരിച്ചു നോക്കും. അതിന്റെ പുറകിലത്തെ സൈഡിൽ ഒരു ബ്ലാക്ക് കളറിൽ എഴുതി കാണും ലെക്സ് സോപ്പ് 45 രൂപ. പിയേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ പിയേഴ്സിന്റെ പുറകിൽ കാണും 60 രൂപ. MRP ആയിരിക്കും കാണുന്നത്. ഓക്കെ, MRP. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾ ഇവിടെ ആ ഒരു ഫസ്റ്റ് ടൈം പർച്ചേസ് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ആ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കമ്പനിയിൽ നിന്നും കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റിലും ഒരു 50%, 20% മുതൽ 20% തൊട്ട് 50% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ MRPയിലല്ല സാധനം കിട്ടുന്നതെന്ന്, DPക്ക് കിട്ടുമെന്ന്. മനസ്സിലായില്ലേ? അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇതിലേക്ക് നമുക്ക് ഒരൊറ്റ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ നിങ്ങൾ ഒരു 10 സോപ്പ് എടുക്കുക. 10 സോപ്പ് എനിക്ക് ആവശ്യമുണ്ടോ? 10 സോപ്പ് ആവശ്യമുണ്ട്, വരുന്ന സമയത്തിൽ ഉപയോഗിച്ചാൽ തീരും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു സോപ്പ്, നമ്മുടെ സോപ്പിന്റെ വില നിങ്ങൾക്ക് പലരും ഇങ്ങനെയുള്ള പ്രൊജക്ടുകളും മാർക്കറ്റിംഗ് പ്ലാൻ ഒക്കെ പറയുമ്പോൾ അവർ പറയാറുണ്ട് ഓ ഇതിന്റെയൊക്കെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്ക് ഭയങ്കര വിലയിരിക്കും. പറയുന്നൊരു സംഗതിയാ, ഭയങ്കര വിലയിരിക്കും. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ് മണിറയുടെ ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള സോപ്പ്. ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള സോപ്പ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്താൽ അവിടെ ബുദ്ധ എന്ന് പറഞ്ഞ സോപ്പ് കാണാൻ പറ്റും. ഏകദേശം 300 രൂപയാ സോപ്പിന്. ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ കമ്പനിയുടെ കവറിലും ഉണ്ട് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ്, ആയുഷ് മന്ത്രാലയം. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. സുഹൃത്തെ, ആ സോപ്പിന് ഇവിടെ വരുന്ന MRP എത്രയെന്ന് അറിയോ നിങ്ങൾക്ക്? 60 രൂപ. 60 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന്. മനസ്സിലായില്ലേ? വെറും 60 രൂപക്ക് കിട്ടും. ഇനി നിങ്ങൾ ഇവിടെ ഒരു മെമ്പറാണ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്ത് ഓക്കെ ആണ്, നിങ്ങൾക്ക് കമ്പനി DP പ്രൈസിൽ തരും. 48 രൂപക്ക് തരും. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ സോപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാരില്ലല്ലോ, നമ്മളൊക്കെ കുളിക്കുന്നതല്ലേ. ഇത്രയും ആയുർവേദിക് ആയിട്ടുള്ള നോ കെമിക്കലിന്റെ 1% പോലും ഇല്ലാത്ത എന്ത് ചെയ്യാം? നിങ്ങൾ റീറ്റെയിൽ പ്രോഫിറ്റ് എടുക്കാം. കടയിൽ നിന്ന് വിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ലെക്സ് സോപ്പ് പോകുമ്പോൾ അവിടെ കിട്ടുന്ന 1 രൂപയാ. ഒരു പിയേഴ്സ് പോകുമ്പോൾ അവിടെ 2.5 രൂപയാണ് കിട്ടുന്നത്. ആ സമയത്ത് ഇവിടെ 12 രൂപ മാർജിനിൽ നമുക്കൊരു സോപ്പിൽ കിട്ടുന്നുണ്ടെന്ന്. അത് സോപ്പിന്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഓൾ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ആ റീറ്റെയിൽ MRP തമ്മിലുള്ള വ്യത്യാസം, അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. DPയും MRPയും തമ്മിലുള്ള വ്യത്യാസം, അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു സംഭവം, ഡയറക്റ്റ് ഇൻകം. ഇനി ചില ആൾക്കാരുണ്ട് ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ ഓ UABC ഇതെന്ത് സംവിധാനമാണ്? സുഹൃത്ത്, ഇതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഒരു എന്താണ് ചാർട്ടാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ഓരോ ബിസിനസിനും അതിൻ്റെതായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. U എന്ന് പറയുന്നത് നമ്മളാണ്. ഇവിടെ കമ്പനി നമ്മളോട് പറയുന്നത് സിമ്പിൾ ആണ്. ഡയറക്റ്റ് ഇൻകം എന്താണ്? നിങ്ങൾ ഈ ഒരു ഇതിന്റെ പ്രൊജക്റ്റിലേക്ക് പാർട്ടായി കടന്നു വന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 4500ന്റെ പ്രൊഡക്റ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് MRPയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കമ്പനി എന്ത് ചെയ്യും? ചിലപ്പോൾ അതിനൊരു 3500 രൂപ ഒക്കെ വരും. അത് DP മാത്രമേ എടുക്കത്തുള്ളൂ. ആ പർച്ചേസ് ചെയ്യുന്ന U എന്ന് പറയുന്ന നിങ്ങൾ ആ Aയും Bയും നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? 2 വ്യക്തികളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. സുഹൃത്തെ, അവരെടുക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്നത് പ്രൊഡക്റ്റുകൾ മാത്രമല്ല, അവർക്ക് കടയിൽ നിന്ന് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റിനോടൊപ്പം ഒരു അവസരവും കൂടിയാ കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോടൊപ്പം A എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് എന്ത് ചെയ്തു? ഒരു 10000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തു. സുഹൃത്തെ, ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ അവർ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്യുന്നത്, അതിന്റെ 5% നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഇതിലേക്ക് വന്നു, എന്റെ പ്രധാനപ്പെട്ട 2 വ്യക്തികളിലേക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തു. അവര് പർച്ചേസ് ചെയ്തു. ഒരാൾ 10000 രൂപ പർച്ചേസ് ചെയ്തു, ഒരാൾ 20000 രൂപ പർച്ചേസ് ചെയ്തു. ആ 10000 രൂപ പർച്ചേസ് ചെയ്തപ്പോൾ കമ്പനി എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി അതിന്റെ 5% 5% 500 രൂപ എനിക്കൊരു വരുമാനം തന്നെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതിന്റെ ഒരു മാജിക്ക് ചിന്തിച്ചു നോക്കിയേ. അടുത്തൊരു വ്യക്തി 20000 രൂപ പർച്ചേസ് ചെയ്തു, അതിന്റെ 5% എന്ന് പറഞ്ഞാൽ ഇത്ര 1000 രൂപ നിന്ന്. ഇത് എവിടെയെങ്കിലും നടപടിയാവൂ? ഇത് എവിടെന്നെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് കിട്ടും.
അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ എവിടെയൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നോ അതിന്റെ എല്ലാം അവര് പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിന്റെ കേട്ടോ, അവര് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടിന്റെ 5% നമ്മളിലേക്ക് തരുന്നതാണ് ഡയറക്റ്റ് ഇൻകം. ആ അടുത്ത വരുന്ന ഒരു ഇൻകം ആണ് മാച്ചിങ് ബോണസ്. ഈ മാച്ചിങ് ബോണസ് ഞാൻ നിങ്ങളോട് പറയാം, ഒരാഴ്ചയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ അക്കൗണ്ടിലേക്ക് തരും. ഇപ്പൊ ഇന്ന് മോർണിംഗ് 6 മണിക്ക് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വന്നിട്ടുണ്ട്, ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഇനി എങ്ങനെ വരുമാനത്തിലേക്ക് എത്താം? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു ഒരു ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞ പർച്ചേസിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് MRP-യിലെ പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ കമ്പനി നിങ്ങളോട് പറയുന്ന ഒരു 0.5 ഒരു പോയിന്റ് പറയുന്നുണ്ട്, 0.5. ഇതിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് DP-ക്ക് പ്രൊഡക്റ്റ് കിട്ടും. ആ ഒരു 0.5 വലിയ നിസ്സാരപ്പെട്ട സംഭവമൊന്നുമില്ലെന്ന്. വെറും 0.5 PV-യുടെ പ്രൊഡക്റ്റ് എടുത്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ എൻട്രി ചെയ്യാം. സുഹൃത്തെ, മാച്ചിങ് ബോണസ് കമ്പനി സീലിംഗ് വെച്ചിട്ടുള്ളത് ഒരാഴ്ചയിൽ 2.5 ലക്ഷം രൂപ വരുമാനം വാങ്ങാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു ID, നിങ്ങൾക്ക് ഇതിൽ പ്രൊഡക്റ്റ് എടുക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു സംഭവമാണ് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിലും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഫ്രീ ആണ്, അതിനായിട്ട് വേറെ എമൗണ്ട് ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് കമ്പനി തരും. ആ രജിസ്റ്റർ ചെയ്യുന്ന ID നിങ്ങൾ വരുന്ന ടൈമിൽ ചിലപ്പോൾ എന്താവും, അതൊരു ഗ്രീൻ ID ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അന്ന് തന്നെ ഗോൾഡൻ ID ആക്കണം. അവിടെ നിന്നാണ് നമുക്ക് 6 വരുമാനം കിട്ടുന്നത്. സുഹൃത്തെ, ഗോൾഡൻ ID ആക്കാൻ സിമ്പിൾ ആണ്. കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താന്ന് പറയാ ക്രൈറ്റീരിയ? ഈ 0.5-ന് നമുക്ക് എന്ത് ചെയ്യണം, 2 വ്യക്തികളിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക. ആ വ്യക്തിയിലൂടെ അടുത്തൊരു വ്യക്തിക്ക് 0.5 പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2:1 1 PV-യുടെ ഒരു സെയിലും ഒരു A എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ, B എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ 0.5-ന്റെ സെയിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, നിങ്ങളുടെ ഗോൾഡൻ ID ആയി. ഞാൻ കടന്നു വന്നപ്പോ ഞാൻ ആദ്യത്തിൽ തന്നെ നോക്കി എന്റെ ഗോൾഡൻ ID അന്ന് തന്നെ ആക്കണം. ഇത് എന്റെ ഒരു ടാർഗറ്റാ. ഞാൻ പറയുന്നത് ഒരുപാട് പ്രൊജക്റ്റ് ഒക്കെ നിങ്ങൾ കേട്ട് കാണും. അതില് അങ്ങ് ആ രീതിയിൽ ഒരു ഗോൾഡൻ ID പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 25,000 രൂപ തൊട്ട് 50,000 രൂപ. 50,000 രൂപ ഒന്നും ഇല്ലാതെ ഒരു ഗോൾഡൻ 3 ID ഒന്നും കിട്ടത്തില്ല, എവിടെയും കിട്ടത്തില്ല. ഡയറക്ട് സെല്ലിംഗ് ഒരുപാട് കമ്പനികളുണ്ടല്ലോ, എവിടെയും കിട്ടത്തില്ല. സുഹൃത്തെ, ഈ നമ്മുടെ പ്രത്യേകത എന്താ അറിയോ, നിങ്ങൾക്ക് കുറഞ്ഞ കാൽക്കുലേഷൻ ഞാൻ പറയുന്നത്, ഒരു 12,500 വെറും 12,500 ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾഡൻ ID കിട്ടും. എന്ന് പറഞ്ഞാൽ 12,500 രൂപ പ്രൊഡക്റ്റ് എടുത്താൽ മതി, നിങ്ങൾക്കൊരു ഗോൾഡൻ ID നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മളുടെ ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ എന്റെ ഒരു വ്യക്തിയെ ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തു, B എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും കൊടുത്തു. സുഹൃത്തെ, മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത 2 വ്യക്തികളും 2 വ്യക്തികളാണ്, 2 കുടുംബങ്ങളാണ്. അവരുടെ കുടുംബത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കും, ശരിയല്ലേ? ആ ഉപയോഗിക്കുന്ന ആ 2 വ്യക്തികൾക്കും മനസ്സിലാകും, ഞാൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പ്രൊഡക്റ്റ് മാത്രമാണെങ്കിൽ ഇവിടെ എനിക്ക് DP-ക്ക് പ്രൊഡക്റ്റ് കിട്ടും, ഒരു 20% തൊട്ട് 50% ലാഭത്തിൽ കിട്ടും. ഇനി ഇത് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും, അവർക്ക് അതിനും കമ്പനി വരുമാനം കൊടുക്കുന്നുണ്ട്. അതാണ് ഡയറക്ട് സെല്ലിംഗ്. സുഹൃത്തെ, അത് മനസ്സിലാക്കി ഇവരെന്ത് ചെയ്യും, ഇവര് മറ്റുള്ളവരോട് ഇത് പറയും. അവരത് പറയുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ അവരോടൊപ്പം നിൽക്കും. ആ കാരണം കൊണ്ട് ഇവരിലൂടെ എത്ര പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാലും, അതുകൊണ്ടാണ് PV എന്ന് പറയുന്ന ഒരു കണക്കുള്ളത്. ആ പ്രൊഡക്റ്റുകൾക്ക് ഓരോത്തിനും ഓരോ PV ഉണ്ട്. ഇത് മാച്ച് ചെയ്യും. ഇത് മാച്ച് ചെയ്തിട്ടുള്ള ഒരു വരുമാനം, അതാണ് പറയുന്നത് വീക്കിലി 2.5 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ഒരാഴ്ച 2.5 ലക്ഷം രൂപ. ഈ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത്, പിന്നെ കിട്ടും അല്ലെ? ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചൊരു സംഭവമാണ്. പക്ഷെ സുഹൃത്ത്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസ് നമ്മളുടെ ജോലി പോലെയല്ല, ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒരുപാട് വ്യക്തികൾ പ്രൊഡക്റ്റ് എടുക്കും, ഒരുപാട് വ്യക്തികൾക്ക് ഇത് ആവശ്യമാണെന്ന്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രൊഡക്റ്റും വേണ്ടേ? ആ പ്രൊഡക്റ്റ് എല്ലാം ഇവിടെ ഉണ്ട്. സുഹൃത്ത്, അതിനൊരു ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി, ആ മാച്ചിങ് ബോണസ് നമുക്ക് കിട്ടും. ഇനി ഈ പറയുന്ന 25,000 എന്ന് പറഞ്ഞ ഫിഗർ അല്ല നിങ്ങൾ ചിന്തിച്ചത്. ഇവിടെ ഉണ്ട് കൃത്യമായിട്ട് ഓരോ പോയിന്റിലും കിട്ടുന്ന വരുമാനം. അത് കൃത്യമായിട്ട് മാച്ചിങ് 0.5-ന് 250 തൊട്ട് ഏകദേശം 500 PV-യിൽ 2.5 ലക്ഷം രൂപ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അതൊക്കെ പോട്ടേന്ന് അതിന്റെ ഒരു 10% എടുത്ത് ഒരു 25,000 രൂപ, 2.5 ലക്ഷം 25,000 രൂപ സിമ്പിൾ അല്ലേ? നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരാഴ്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഞാൻ പറയുന്നത്. പെർ മന്ത് ഒരു 1 ലാഖിലേക്ക് എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ ഒരു 25,000 രൂപ കിട്ടുന്ന രീതിയിലേക്ക് മാറാൻ സിമ്പിൾ ആണ്. കഴിഞ്ഞ ഒരു 4 മാസം കൊണ്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലിയോട് കൂടി ചെയ്തു നോക്ക്, നിങ്ങൾക്ക് എത്താനായിട്ട് വളരെയധികം സിമ്പിൾ ആയിട്ട് പറ്റുന്ന
ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തൊരു ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻകം. പല ഈ ഒരു നെറ്റ്വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഓ സാറേ ഞാൻ വന്ന് ഇതിലുള്ള പല സംഭവമാണ്, നമ്മുടെ ഈ ഒരു പറയുന്ന രണ്ട് സൈഡിലൊക്കെ പർച്ചേസ് ഒക്കെ നടക്കണ്ടേ? അത് വേണ്ട. ലീഡർഷിപ്പ് ബോണസ് കിട്ടാൻ നിങ്ങൾ ഒരു ഗോൾഡൻ ഐഡിയ ആണ് നിങ്ങൾ വിചാരിക്കുക. ഗോൾഡൻ ഐഡിയ ആണ്. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ള ഒന്നോ രണ്ടോ വ്യക്തികളെങ്കിലും ഉണ്ടാവുമല്ലോ, എങ്കിലല്ലേ ഗോൾഡൻ ഐഡിയ കിട്ടത്തുള്ളൂ. സുഹൃത്തെ, ആ വ്യക്തികളിൽ ഒരു വ്യക്തി അത് അവന്റെ കരിയർ ബിൽഡിംഗ് ആയിട്ട് ഇത് എടുത്താൽ, അവൻ അതിൽ നിന്നും വരുമാനം വാങ്ങിച്ചാൽ കമ്പനി പറയുന്നത് ആ വ്യക്തിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% നിങ്ങൾക്കുള്ളതാണ്. കാരണം എന്താ പറയോ, ആ വ്യക്തിയെ ഈ ബിസിനസ് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ആ ഒറ്റ കാരണം കൊണ്ട് 10%. അദ്ദേഹത്തിന് വീക്കിലി 2.5 ലക്ഷം രൂപ സീലിംഗ് കിട്ടിയാൽ ആ വ്യക്തിയെ ഈ പ്രൊഡക്റ്റ് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 25,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ഓർത്തു നോക്കിയേ. ആ വ്യക്തിക്ക് 25,000, ആ വ്യക്തിക്ക് 2.5 ലക്ഷം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വ്യക്തികൾക്ക് വരുമാനം കിട്ടണ്ടേ? സുഹൃത്തെ, അതിൽ നിന്നും 10% കിട്ടും, അടുത്ത ലെവലിൽ നിന്ന് 5%, ടോട്ടൽ 25% നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ അവർക്ക് വരുമാനം കിട്ടുമ്പോൾ അതിൽ നിന്നും നമുക്ക് വരുമാനം തരുന്ന ഒരു മെത്തേഡ്. ആ ഒരു മെത്തേഡ് ക്ലിയർ ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് റാങ്ക് അച്ചീവ്മെന്റിന്റെ റിവാർഡ്. നമ്മളിങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അറിയോ, പലരും ചോദിക്കുന്ന സാറുണ്ട്, സാറേ ഇതിൽ വരുമ്പോ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് അഡ്വർടൈസ്മെന്റ് ഉണ്ടോ? പലരും ചോദിക്കും, അത് ഇന്ന സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് സാറേ കുറച്ചും കൂടി അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടില്ലേ? നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക്, ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ പരസ്യങ്ങൾ ഉണ്ടല്ലോ. സുഹൃത്തെ, ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ പരസ്യങ്ങളുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് പരസ്യങ്ങളില്ല. പരസ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു വരുമാനം കിട്ടുന്നത്. നമ്മൾ ഇവിടുത്തെ പരസ്യക്കാരാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ഒരു 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 പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റിൽ കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഫേമസ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം, നിങ്ങളൊരു സെലിബ്രിറ്റി ആയിരിക്കണം, നിങ്ങളൊരു സ്പോർട്സ് താരമായിരിക്കണം. വിരാട് കോഹ്ലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനല്ലേ? അദ്ദേഹം ഒരു വിക്സ് മിഠായില് ഒരു വർഷത്തേക്ക് പുള്ളി ഇത് ചെയ്തിട്ടുള്ളത്, കരാർ ചെയ്തിട്ടുള്ളത് 200 കോടി രൂപയ്ക്ക് പരസ്യം. ഒരു വിക്സ് മിഠായി വാങ്ങിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അതിന് ഇത്ര പൈസ അദ്ദേഹത്തിന് പോകുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ പ്രത്യേകം എന്ന് പറയാം, ഇത്രയും ഹൈജീനിക് ആയിട്ടുള്ള, ഫുള്ളി ആയുർവേദിക് ആയിട്ടുള്ള, 0% കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഈ പ്രൊഡക്റ്റുകള് പരസ്യം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് വന്നിട്ടുണ്ട്. സുഹൃത്തെ, അങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ നമ്മളിലൂടെ പോകുമ്പോൾ നമ്മൾ ഓരോ റാങ്കുകൾ നേടും. ഫസ്റ്റ് 25 പോയിന്റ് പെയർ മാച്ച് ചെയ്താൽ മതി. സ്റ്റാർ, ഞാനിപ്പോ എത്തി നിൽക്കുന്നത് ആ ഒരു റാങ്കിലേക്കാണ്. നാളെ മറ്റന്നാൾ ഒരുപാട് വ്യക്തികൾ ഈ ഒരു റാങ്കിലേക്ക് എത്തും. ഈ റാങ്കിലേക്ക് എത്തുമ്പോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കഴിഞ്ഞ എല്ലാ വരുമാനങ്ങളും നമുക്ക് കിട്ടും. പക്ഷെ അത് കൂടാതെ ഉറച്ച വരുമാനം ഒരു 5,000 രൂപ നമുക്ക് തരും. അടുത്ത ബ്രോൺസിലേക്ക് എത്തുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഒരു 10,000 രൂപ നമുക്ക് തരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതിന്റെ ഒരു 8ാമത്തെ റാങ്ക് ഉണ്ട്. ഞാൻ അത് 14 റാങ്ക് ഉണ്ട് കേട്ടോ, 14 റാങ്ക് ഉണ്ട്. പക്ഷെ 8ാമത്തെ റാങ്ക് ഞാൻ നിങ്ങളോട് പറയാം, അത് ഡയമണ്ട് എന്ന് പറഞ്ഞ റാങ്കാ. 5,000 പോയിന്റ് വന്നാൽ മതി. പല ആൾക്കാരും 6 മാസം കൊണ്ട് അതിലേക്ക് എത്തും. അതിലെത്തിയാലുള്ള ഒരു സംഭവം എന്ന് പറയാം, അത് എത്തുന്ന ടൈമിനില്ലേ, അതിലേക്ക് എത്തുന്ന ടൈമിന് ടോട്ടലി അതിലേക്ക് എത്തുമ്പോൾ ഏകദേശം 42 ലക്ഷം രൂപ കിട്ടും. കാരണം ഈ പ്രൊഡക്റ്റുകൾ പോകുന്ന മാച്ചിങ് ഇൻകവും ഡയറക്റ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു 45 ലക്ഷത്തിനടുത്ത് നമുക്ക് വരുമാനം കിട്ടും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനോടൊപ്പം തന്നെ നമുക്ക് ലീഡർഷിപ്പ് ബോണസ് എന്ന് പറഞ്ഞ ഒരു 15 ലക്ഷവും, ഇനി ഇതൊന്നും വേണ്ട, ആ ഡയമണ്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒറ്റ ചെക്ക് നമുക്ക് തരും കമ്പനി. അതാണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത. ഒന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കി, ആ ഡയമണ്ട് നമ്മൾ വിചാരിക്കുകയാണ് അടുത്തൊരു 5 മാസം കൊണ്ട് അടിക്കണം. 5 മാസം കൊണ്ട് അടിച്ചാൽ ടോട്ടൽ ഏകദേശം 65 ലക്ഷം രൂപ നമുക്ക് കയ്യിൽ കിട്ടും 5 മാസം കൊണ്ട്. ഇനി അത് വേണ്ടത് ഒരു വർഷം എടുത്തോ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർ ഒരു വർഷം എടുത്തോ. ഒരു വർഷം കഴിയുമ്പോൾ ഏകദേശം 65 ലക്ഷം രൂപ ഒറ്റ ചെക്കായിട്ട് ഒരു 10 ലക്ഷം കിട്ടും. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്തൂടെ? സുഹൃത്തെ, അങ്ങനെ 14ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ ഏകദേശം 10 കോടി രൂപയാണ് ഒറ്റ വരുമാനം കിട്ടുന്നത്. ടോട്ടൽ ആ 14 റാങ്കിലേക്ക് എത്തുമ്പോൾ 14ാമത്തെ റാങ്കിന്റെ പേരാണ് ദ കിങ് ഓഫ് മണിറായ. അതിലേക്ക് എത്തുമ്പോൾ ടോട്ടല് ഏകദേശം 18 കോടി ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 88,85,000 രൂപ നമ്മളുടെ റാങ്ക് ഇൻകം ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് റാങ്ക് അച്ചീവ്മെന്റ് റിവാർഡുകൾ. ഇനി ഇത് കൂടാതെ പല വ്യക്തികളും ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ കൊടുത്ത വ്യക്തികൾ അവര് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ഞാൻ പറഞ്ഞു 20% തൊട്ട് 50% വരെ അവർക്ക് DP-യിൽ പ്രൊഡക്റ്റ് കിട്ടും. അവർക്ക് എന്നും പർച്ചേസ് ചെയ്യാം.
കമ്പനി അതിലും മേലാണ്. കാരണം കമ്പനി അവർക്ക് വേറൊരു അഡീഷണൽ ബെനിഫിറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, കൺസിസ്റ്റൻസി റിവാർഡ്. എന്താണെന്നറിയോ, നിങ്ങൾ ഓരോരുത്തരും പർച്ചേസ് ചെയ്തതിൽ കടന്നു വന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അടുത്ത 3 മാസം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു 0.5 PVK എടുക്കും. നമ്മുടെ വീട്ടിലേക്ക് ഈ സോപ്പും ഡിഷ് വാഷും എല്ലാ സാധനവും വേണമല്ലോ, എല്ലാം നമുക്ക് വേണം. ഹെയർ ഓയിലും ഫേമസ് ക്രീമും ഈ സ്ക്രബ്ബറും എല്ലാം വേണം. നിങ്ങൾ ഒരു 0.5 ഇത് നിങ്ങൾ ലുലുമാളിന്ന് എടുത്താൽ നിങ്ങൾ 10 മാസം എടുത്താലും എടുത്തു, ഓക്കെ, അത്രേ ഉള്ളൂ. സുഹൃത്ത്, ഇവിടുത്തെ പ്രത്യേകത അറിയോ, ഇവിടെ നിങ്ങൾ ഈ സാധനങ്ങൾ 0.5 PVക്ക് 3 മാസം എടുത്താൽ 4ാമത്തെ മാസം 2000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട്, 2000 രൂപയുടെ വൗച്ചർ നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് ഫ്രീ പർച്ചേസിംഗ് ആണ്. ഇനി അത് 0.1 PVക്ക് അല്ല, 1 PVക്കാണ് നിങ്ങൾ 3 മാസം എടുക്കുന്നതെങ്കിൽ 4000ന്റെ വൗച്ചർ കിട്ടും. 2.5 PVക്കാണ് നിങ്ങൾ എടുക്കുകയെങ്കിൽ 8000ന്റെ വൗച്ചർ 4ാമത്തെ മാസം നിങ്ങൾക്ക് കിട്ടും. 8000ത്തിന് ഫ്രീ പർച്ചേസ് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കടയിൽ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്തായാലും നിങ്ങൾ പലർക്കും എല്ലാ സാധനങ്ങളും നിങ്ങൾ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ. ചെല്ലാൻ നേരത്തോ ഇവനിപ്പോ 3 മാസമായിട്ട് വാങ്ങിക്കുന്നുണ്ട്, ഇന്ന് നീ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്തോ, ഒരു കടയും പറയുന്നില്ലല്ലോ. സുഹൃത്തെ, അത് നമ്മളുടെ ഇവിടെ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. മണിറയ ഫിനാൻഷ്യൽ ഫ്രീഡം ഫെസിലിറ്റി നമുക്ക് തരുന്ന ഒരു സംഭവമാണോ. ഫിനാൻഷ്യൽ ഫ്രീഡം വിത്ത് ഹാപ്പിനെസ്, നമ്മുടെ ലൈഫ് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്രൊജക്റ്റ് ആണ് ഈ ഒരു പ്രൊജക്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളു. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു സംഭവം, ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പലതും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടാവും. ഞാൻ പറയുന്നത്, ഇന്ന് ഈ കേട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തുടക്കമായിരിക്കാം. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കുക. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന വ്യക്തി എന്ത് ചെയ്യണം, നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കണം, എന്താണ് ഇതിന്റെ സംഗതി, ഇതിന്റെ പ്രൊഡക്റ്റുകളുടെ കാറ്റഗറി എന്താണ്. അദ്ദേഹം കൃത്യമായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്കത് പറഞ്ഞു തരും. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ഈ ഒരൊറ്റ പ്രോഗ്രാം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടപ്പോ ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു, ഇതിൽ വിജയിക്കാൻ പറ്റുമോ? കാരണം എനിക്ക് ഒരു പേന വിറ്റുള്ള പരിചയമില്ല, ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. ആ ഒരു പരിചയമില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ മറ്റുള്ളവരോട് പറയും, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാ. പക്ഷെ ഇതിലേക്ക് വന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് റിട്ടേൺ വേണം. കാരണം എന്ന് പറയുന്നത് അത്രയും സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇതിൽ വേറെ ചിന്തിച്ചോ ആലോചിച്ചോ സമയം കളയേണ്ട ഒരു സംഗതിയല്ല. ഒരു സിമ്പിൾ ഒരു പർച്ചേസിംഗിലൂടെ കടന്നു വരിക. എന്തായാലും നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി നിങ്ങളെ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നമുക്ക് വലിയൊരു ഡ്രീം ഉണ്ട്, നമുക്ക് വലിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നമുക്കൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയൊക്കെ ഹാപ്പി ആകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് തന്നെ വരണം അല്ലേ. ബന്ധങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, ഉറപ്പാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പല ബന്ധങ്ങളും നിലനിൽക്കുന്നത് ഈ ക്യാഷിന്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട്, ഞാൻ പറഞ്ഞില്ല, ആത്മാർത്ഥമായിട്ട് ഈ ഒരു ഫാമിലിയിലേക്ക്, മണിറായുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു വൈകുന്നേരം സമയം എന്റെ വാക്കുകൾ ഇത്രയും നേരം പേഷ്യൻസോടുകൂടി കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലൂടെ എത്താൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.